ഈ മണിക്കൂറിൽ പുറത്തുവരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. നിലപാട് കടുപ്പിച്ച് ഗുസ്തി താരങ്ങൾ പുരസ്കാരങ്ങൾ തിരിച്ചു നൽകുമെന്ന് വിനേഷ് ഫോഗട്ട്. മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരവും അർജുന അവാർഡുമാണ് തിരിച്ചു നൽകുന്നത്. ഈ അവസ്ഥയിൽ ഞങ്ങളെ എത്തിച്ചതിന് നന്ദിയെന്നും വിനേഷ് ഫോഗട്ട് ട്വിറ്ററിൽ കുറിച്ചു. ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് പറഞ്ഞിട്ടും അത് പൂഴ്ത്തിവെച്ച് ബ്രിജ്ഭൂഷണെ സംരക്ഷിച്ച പ്രധാനമന്ത്രിയെ രൂക്ഷമായി വിമർശിക്കുന്ന തുറന്ന കത്തെഴുതിയ ശേഷമാണ് പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും വിഷ്ണു തലവൂർ കൂടി ചേരുന്നു. വിഷ്ണു, എന്തൊക്കെ കാര്യങ്ങളാണ് വിനേഷ് ഫോഗട്ട് കത്തിലൂടെ വ്യക്തമാക്കുന്നത്? ഒപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമന്ത്രിയെ രൂക്ഷമായി വിമർശിക്കുന്ന തുറന്ന കത്താണ് എഴുതിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? തീർച്ചയായിട്ടും ഗുസ്തി താരങ്ങൾ അവരുടെ ഒരു പ്രതിഷേധം കടുപ്പിക്കുക തന്നെയാണ്. അല്പം മുന്നെയാണ് വിനേഷ് ഫോഗട്ട് ഒരു തുറന്ന കത്തിലൂടെ തനിക്ക് ലഭിച്ച ഖേൽരത്നയും അതോടൊപ്പം തന്നെ അർജുന അവാർഡും തിരിച്ചു നൽകുമെന്ന് അറിയിച്ചിരിക്കുന്നത്. ഈ അവസ്ഥയിൽ തങ്ങളെ ഈ കായിക താരങ്ങളെ കൊണ്ടെത്തിച്ചതിന് സർക്കാരിന് നന്ദി എന്നതടക്കമുള്ള രൂക്ഷമായ വിമർശനങ്ങൾ വിനേഷ് ഫോഗട്ടിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിക്കെതിരെ അടക്കം രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ തന്നെയാണ് ആ തുറന്ന കത്തിൽ വിനേഷ് ഫോഗട്ട് പങ്കുവച്ചിരിക്കുന്നത്. കാരണം ബ്രിജ്ഭൂഷണെതിരെ ഇത്രത്തോളം വലിയ ലൈംഗിക ആരോപണം ഉയരുന്നു. അതിനുശേഷം വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ രാജ്യത്താകമാനം അലയടിക്കുന്നു. പക്ഷേ ഈ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും ലൈംഗിക ആരോപണം ഉയർന്ന ഈ ബ്രിജ്ഭൂഷണെ സംരക്ഷിച്ചു നിർത്തുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ തന്റെ ഖേൽരത്ന അടക്കം തിരിച്ചു നൽകുമെന്ന് ഇപ്പോൾ വിനേഷ് ഫോഗട്ട് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം സാക്ഷി മാലിക്കിന്റെ കാര്യവും ആ തുറന്ന കത്തിൽ എടുത്തു പറയുന്നുണ്ട്. സാക്ഷി മാലിക് എന്തുകൊണ്ട് മത്സരം അവസാനിപ്പിക്കേണ്ടി വന്നു, തന്റെ ബൂട്ട് സാക്ഷി മാലിക്കിന് എന്തുകൊണ്ട് അഴിച്ചുവെക്കേണ്ടി വന്നു എന്നതടക്കം രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ തന്നെയാണ് വിനേഷ് ഫോഗട്ടിന്റെ ഭാഗത്തുനിന്നും ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ കണ്ടത് സാക്ഷി മാലിക് തന്റെ ഒരു ഗുസ്തി കരിയർ അവസാനിപ്പിക്കുകയും ബൂട്ടുകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉപേക്ഷിച്ചു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ബജ്രംഗ് പൂനിയ തനിക്ക് ലഭിച്ച പത്മശ്രീ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലുള്ള നടപ്പാതയിൽ ഉപേക്ഷിച്ച് തിരിച്ചു പോകുന്നതും നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ വിനേഷ് ഫോഗട്ടും തനിക്ക് ലഭിച്ച ഖേൽരത്നയും പത്മശ്രീയും തിരിച്ചു നൽകാൻ ഒരുങ്ങുന്നത്. വിഷ്ണു സൂചിപ്പിച്ച പോലെ തന്നെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഗുസ്തി താരം ബജ്രംഗ് പൂനിയ ഇതുപോലെ പത്മശ്രീ തിരിച്ചു നൽകുന്ന സാഹചര്യം, അതും തിരിച്ചു നൽകുകയല്ല, വഴിയിൽ ഉപേക്ഷിച്ച് പോകേണ്ട ഒരു സാഹചര്യമാണ് നമ്മുടെ ഇന്ത്യയിലെ കായിക താരങ്ങൾക്കുണ്ടായിരിക്കുന്നത് എന്ന് വളരെ കഷ്ടം തന്നെയാണ് ഈ ഒരു സാഹചര്യം. വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ നിലപാട് വരും ദിവസങ്ങളിൽ കൂടുതൽ താരങ്ങൾ ഇത്തരത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തും എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ കൂടുതൽ താരങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ ഒരു ഗുസ്തി ഫെഡറേഷൻ തെരഞ്ഞെടുപ്പിൽ ബ്രിജ്ഭൂഷന്റെ പാനൽ അത് ഏകപക്ഷീയമായി വിജയിച്ചതിന് പിന്നാലെയാണ് വീണ്ടും ഗുസ്തി താരങ്ങളടക്കം പ്രതിഷേധം ശക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത്തരത്തിൽ സാക്ഷി മാലിക് തന്റെ കരിയർ അവസാനിപ്പിക്കുന്നു. അതോടൊപ്പം ബജ്രംഗ് പൂനിയ തനിക്ക് ലഭിച്ച പത്മശ്രീ തിരികെ നൽകുന്നു. അതും പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലുള്ള ഫുട്പാത്തിൽ ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്തത്. ഇതിന് പിന്നാലെ വീരേന്ദ്ര സിംഗ് അടക്കമുള്ള കായിക താരങ്ങൾ അവർക്ക് ലഭിച്ച അവാർഡുകൾ തിരിച്ചു നൽകുമെന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ വിനേഷ് ഫോഗട്ടും തനിക്ക് ലഭിച്ച അർജുന അവാർഡും അതോടൊപ്പം തന്നെ പത്മശ്രീയും തിരികെ നൽകുമെന്ന് അറിയിച്ചിരിക്കുന്നത്. അതും പ്രധാനമന്ത്രിക്ക് തുറന്ന കത്തെഴുതിക്കൊണ്ട് തന്നെയാണ് അത്തരമൊരു പ്രഖ്യാപനം വിനേഷ് ഫോഗട്ടിന്റെ ഭാഗത്തുനിന്നും നടന്നിരിക്കുന്നത്. അതോടൊപ്പം മറ്റൊരു കാര്യം നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത്, കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ക്രിസ്മസ് വിരുന്ന് ഒരുക്കിയിരുന്നു. അതിൽ പല ആളുകളെയും ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള മതമേല അധ്യക്ഷന്മാരെയും മറ്റു വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും ക്ഷണിച്ചപ്പോൾ അഞ്ജു ബോബി ജോർജിനെയും പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിലേക്ക് ക്ഷണിച്ചിരുന്നു. ആ ക്രിസ്മസ് വിരുന്നിൽ അഞ്ജു ബോബി ജോർജ് പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത്, തങ്ങൾ ഈ ഒരു കായിക മേഖലയിൽ
നടന്നിരുന്ന കാലം തെറ്റിപ്പോയി എന്നതായിരുന്നു. പണ്ട് ഇത്തരത്തിൽ മെഡൽ നേടുന്ന സാഹചര്യത്തിൽ അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ ആരുമില്ലായിരുന്നു. പക്ഷെ ഈ കാലഘട്ടത്തിൽ നരേന്ദ്രമോദി അടക്കം കായിക താരങ്ങൾക്ക് വലിയ തരത്തിലുള്ള പിന്തുണ നൽകുന്നു, അവർക്ക് വേണ്ടി പ്രയത്നിക്കുന്നു എന്നൊരു കാര്യം അഞ്ജു ബോബി ജോർജ് കഴിഞ്ഞ ദിവസം കൂട്ടിച്ചേർത്തിരുന്നു. പക്ഷെ അഞ്ജു ബോബി ജോർജ് അടക്കമുള്ള ചില താരങ്ങൾ ഇത്തരത്തിൽ BJPയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന താരങ്ങൾ ഇത്തരത്തിൽ പ്രധാനമന്ത്രിയെ പ്രകീർത്തിക്കുമ്പോൾ തന്നെയാണ് മറുവശത്ത് കായിക താരങ്ങൾ അവർക്ക് ലഭിച്ച പത്മശ്രീ, അർജുന അടക്കമുള്ള അവാർഡുകൾ തിരിച്ചു നൽകേണ്ടി വരുന്നത്. അശ്വതി. ശരി വിഷ്ണു, നിലപാട് കടുപ്പിച്ച ഗുസ്തി താരങ്ങൾ പുരസ്കാരങ്ങൾ തിരിച്ചു നൽകുമെന്ന് വിനേഷ് ഫോഗട്ട്. മേജർ ധ്യാൻ ചന്ദ് ഖേൽരത്ന പുരസ്കാരവും അർജുന അവാർഡുമാണ് തിരിച്ചു നൽകുന്നത്. ഈ അവസ്ഥയിൽ ഞങ്ങളെ എത്തിച്ചതിന് നന്ദിയെന്നും വിനേഷ് ഫോഗട്ട് ട്വിറ്ററിൽ കുറിച്ചിട്ടുണ്ട്. ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് പറഞ്ഞിട്ടും അത് പൂർത്തിവെച്ച് ബ്രിജ്ഭൂഷണെ സംരക്ഷിച്ച പ്രധാനമന്ത്രിയെ രൂക്ഷമായി വിമർശിക്കുന്ന തുറന്ന കത്തെഴുതിയ ശേഷമാണ് പ്രഖ്യാപനം. വിവരങ്ങളാണ് ദില്ലിയിൽ നിന്നും വിഷ്ണു നൽകിയത്.